ലൈഫിൽ ഇടയ്ക്കൊക്കെ ഒരു യാത്ര അനിവാര്യമായിട്ട് തോന്നാറുണ്ട് അല്ലേ? അങ്ങനെ ഇപ്പം ഞങ്ങൾക്കും തോന്നിയപ്പോൾ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടി നമ്മൾ കോഴിക്കോട് ട്രിപ്പ് അടിക്കാൻ വിചാരിച്ചു. രാവിലെ നമ്മളൊരു 6:30 ആയപ്പോൾ വണ്ടി കയറിയിട്ടോ. KSRTCയിലാണ് പോയത്. രാവിലെ ഒന്നും കഴിക്കാതെ പോയത് തന്നെ അവിടെ ചെന്നത് നല്ല വിശപ്പായിരുന്നു. നമ്മളപ്പോൾ രാവിലെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ട് പൂരിയും സെറ്റ് ദോശയും കല്ലുകണ്ടൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അവിടെ നമ്മൾ നേരെ ഇറങ്ങി. കാരണം നമുക്ക് മിഠായി തെരുവിലായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ളത്. ആരും കണ്ടിട്ടില്ല, എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. നമ്മൾ ഓരോന്നും കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട്. ഭയങ്കര ചീപ്പ് റേറ്റിൽ ഓരോന്ന് കിട്ടും, അതുപോലെ തന്നെ എല്ലാ വൈഡ് വെറൈറ്റീസ് ഉണ്ട് സാധനങ്ങളെല്ലാം. അപ്പം നമ്മൾ ഫസ്റ്റത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ അതായിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. ഓട്ടോ എടുത്തിട്ടാണ് പോയത്. കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ സൺഡേ അല്ല പോയത്, സാറ്റർഡേ പോയത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നല്ല നല്ല അഫോർഡബിളുമാണ്, എന്നാൽ കോസ്റ്റ്ലി ഉള്ള സാധനങ്ങളുണ്ട്. കുഴപ്പമുണ്ടായിരുന്നില്ല, മിക്സഡ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വെറുതെ ഇങ്ങനെ തെണ്ടി നടക്കാനുണ്ടായിരുന്നു. നമ്മളവിടുന്ന് ഒരു ഫോമൽ പാൻറ്റും എനിക്കൊരു ഫോമൽ പാൻറ്റും എടുത്തു. പിന്നെ ടോപ്പ് ഡെയിലി വെയറിന് അങ്ങനത്തെ എടുക്കുകയൊക്കെ ചെയ്തത്. ഫ്രണ്ട്സും വേറെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല, ഒരു ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഫാൻസി പോയി. സോനു പോയി ഇതെടുത്തിട്ട് ഓരോന്ന് കാട്ടുന്നു. നമ്മുടെ റീലിലൊക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് കോഴിക്കോട് പോയതല്ല, ഹലുവ വാങ്ങാതെ പോരാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പോയപ്പോൾ ഹലുവയുടെ കടയിൽ കയറിയപ്പോൾ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അതിന് നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസ് തരും. അപ്പം നമ്മൾ എല്ലാത്തിൻ്റെയും കൂടി ഒരു ബോക്സ് ആട്ടോ എടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് റഹ്മത്തായിരുന്നു. റഹ്മത്ത് ഹോട്ടലിൽ ബീഫ് ബിരിയാണി. എനിക്ക് എന്തായാലും അത് കഴിക്കാൻ പറ്റിയില്ല. ഞാൻ ഫ്രൈഡ് റൈസാണ് വാങ്ങിച്ച് വെജ്. അമ്മയും അച്ഛനൊക്കെ മലയ്ക്ക് പോയതുകൊണ്ട് എനിക്കത് കഴിക്കാൻ പറ്റിയില്ല. ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിച്ചു, കുഴപ്പമില്ല, ഓക്കെ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇനിയും ടൈം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് ബീച്ചിലേക്കായിരുന്നു. സത്യം പറയാനുള്ള നല്ല വെയിലായിരുന്നു, ഒന്നും നടക്കില്ല എന്ന് കണ്ടുകൊണ്ട് നമ്മൾ നേരെ വിട്ടുപിടിച്ചത് ഫോക്കസ് മാളിലേക്കായിരുന്നു. അവിടെ പോയപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കിയത് സ്പ്രേയുടേതായിരുന്നു കേട്ടോ. അവർ കസ്റ്റമൈസ് ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മൾ ഞങ്ങളുടെ സാറിൻ്റെ വൈഫ് കുറച്ച് സ്പ്രേ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു. അവിടെ നമ്മളൊന്നും വാങ്ങി കഴിക്കുകയൊന്നും ചെയ്തില്ല. ഒന്നാമത് നല്ല കോസ്റ്റ്ലിയാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയത് കേട്ടോ. പിന്നെ എനിക്ക് വെജായിരുന്നു ഒക്കെ പറ്റുക, അതുകൊണ്ട് എനിക്ക് ഒന്നിനോട് ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിൽ പോയി. ബീച്ചിലും ഇതേപോലെ നല്ല വെയിലുണ്ട്, കുഴപ്പമില്ല. എന്നാലും നമ്മളൊരു 3 മണിക്കായിട്ട് അവിടെ എത്തിയാൽ ചെന്നത്. ഞങ്ങൾ അവിടുന്ന് ഒരു ക്രീമി എന്താ പറയുക, ചോക്ലേറ്റ് ബാറോ അങ്ങനെ എന്തോ ഒരു വാനിലയുടെ ഫ്ലേവർ വാങ്ങിച്ചു. കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ കോളിഫ്ലവർ വറുത്തത് ഇഷ്ടം. ഞാനത് 2 പ്ലേറ്റ് ഒന്ന് കഴിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വെജ് നമുക്ക് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് മാത്രമേ ഫോക്കസ് ചെയ്ത് തരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ബോട്ടിങ്ങിനായിരുന്നു. നമ്മൾ ഒരു പെർ ഹെഡ് 250 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കടലിൻ്റെ ഉള്ളിലേക്ക് ഒരു 3 കിലോമീറ്റർ വരെ പോകാം. അതൊരു അനുഭവമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി പോയി. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഒരു ഐസ് വരണ്ടി കഴിച്ചു. എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായില്ല. വലിയ ഹൈപ്പിൽ പോയതാണ്, ഇഷ്ടമായില്ല. ബാക്കിയുള്ളൊരു കാടമുട്ടയൊക്കെ